ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നിടത്ത് അതനുഗ്രഹീതമായി നൽകുക എന്നുള്ളതാണ് നമുക്കുള്ള നിയോഗം. മൂന്നാമത് ഞാൻ പറയും, ലൈഫ് ഈസ് ടെമ്പറൽ, ഇറ്റ് ഈസ് വെരി ടെമ്പറൽ. ജീവിതം വളരെ ക്ഷണികമാണ്, ജീവിതം വളരെ താൽക്കാലികമാണ്. പണ്ട് മരിക്കാൻ 3 കാരണങ്ങൾ വേണമായിരുന്നു: പ്രായം, രോഗം, അപകടം. ഇപ്പോഴിത് 3ഉം വേണ്ട. പ്രായവും വേണ്ട, രോഗവും വേണ്ട, അപകടവും വേണ്ട. പത്രങ്ങൾ വായിക്കുന്നില്ലേ? യൗവനക്കാർ, മധ്യവയസ്കർ, യാതൊരു അസുഖവുമില്ല എന്ന് ഡോക്ടർമാർ വരെ സർട്ടിഫൈ ചെയ്തവരൊക്കെ എത്ര പെട്ടെന്നാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ 60 വയസ്സ്, തിരുവല്ലയിൽ താമസിക്കുന്നു. രാവിലെ കാപ്പി കുടിച്ച് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാപ്പി കുടിച്ചു. അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് എറണാകുളത്തിന് പോകണമായിരുന്നു. എറണാകുളത്ത് നിന്ന് സിറ്റിയിൽ കൂടി വാഹനം ഓടിച്ചു പോയപ്പോൾ റെഡ് സിഗ്നൽ വന്നു, വണ്ടി നിർത്തി. സിഗ്നലിന്റെ സമയം മാറി ഗ്രീൻ സിഗ്നലായി. മുൻപിലും ഇടത്തും വലത്തും ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ മുന്നോട്ട് ഓടി. ഈ വണ്ടിക്ക് മാത്രം അനക്കമില്ല. പുറകിലുണ്ടായിരുന്നവരൊക്കെ ഓണടിച്ച് വെള്ളം വെച്ചിട്ട് ഒരു അനുഭവമില്ല. ആൾക്കാർ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മരിച്ച് ഇരിപ്പുണ്ട്. ആ റെഡ് സിഗ്നൽ എൻ്റെ ജീവിതയാത്രയുടെയും റെഡ് സിഗ്നലായിരുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമാണ്. എൻ്റെ മറ്റൊരു സ്നേഹിതൻ മദ്രാസിൽ 51 വയസ്സ് മാത്രം പ്രായം. അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ആത്മീകമായി ദൈവികമായി വളരെ സന്തോഷത്തോടെ വളരെ അനുഗ്രഹകരമായി കഴിയുന്ന ഒരു കുടുംബം. അതേപോലെ വൈകിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ഓരോരുത്തർക്കും കിടക്കേണ്ട സമയത്ത് അവരവർ കിടക്കാനായിട്ട് പോയി. സാധാരണഗതിയിൽ രാവിലെ ഭർത്താവ് ഉണരുകയും ഭാര്യയെ വിളിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഭാര്യ ഉണർന്നിട്ടും ഭർത്താവ് ഉണർന്നില്ല. ചായയൊക്കെ ഇട്ടുകൊണ്ട് വരാം, ബുദ്ധിമുട്ടിക്കണ്ട, ക്ഷീണമായിരിക്കുന്നു കണ്ട് പോയി ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് അനക്കമില്ല. വിളിച്ചപ്പോൾ മരിച്ചു കിടന്നുകൊണ്ട് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന ഭാര്യ പോലും വേർപാട് അറിഞ്ഞു. യാതൊരു അസുഖവുമില്ലാതെ ഇരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ മരിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവും ഒരു കാര്യവും ആവശ്യമില്ല എന്ന്. വേദപുസ്തകത്തിൽ ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ചും ബുദ്ധിരഹിതരായ ബുദ്ധിഹീനരായ കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധിഹീനർ എന്ന് പറയുമ്പോൾ അവരെല്ലാം മന്ദബുദ്ധികളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ആരാണ് തിരുവചന അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ളവർ? ആരാണ് ബുദ്ധിരഹിതർ? ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവോടുകൂടി കരുതേണ്ട കാര്യങ്ങൾ കരുതിയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും ഒക്കെ കഴിയുന്നവർ, അവരാണ് ബുദ്ധിയുള്ളവർ. 2 കൂട്ടർക്കും ദൈവം ഒരുപോലെ അവസരം കൊടുത്തു. പക്ഷേ അവസരങ്ങളെ അനുഗ്രഹകരമായി ദൈവികമായി ഉപയോഗപ്പെടുത്തുവാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഭാഗ്യവാന്മാരും ഭാഗ്യവന്മാരും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലൈഫ് ഈസ് അക്കൗണ്ടബിൾ. ജീവിതം കണക്ക് കൊടുക്കേണ്ട ഒന്നുകൂടിയാണ് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ ദാനമായി, ദൈവത്തിൻ്റെ നിയോഗമായി ഈ ഭൂമുഖത്ത് പാർക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ദൈവികതയുടെ അനുഭവങ്ങൾ ലോകത്തിന് നൽകുവാനുള്ള നിയോഗമാണെങ്കിൽ ഇത് കണക്ക് കൂടി കൊടുക്കേണ്ട ഒരു ജീവിതമാണ്. താലന്തുകളുടെ ഉപമ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. 5:2:1 യജമാനൻ താലന്തുകൾ കൊടുത്തു. എന്താ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാഞ്ഞത്? ഓരോരുത്തർക്കും അവരവരുടെ പ്രാപ്തി അനുസരിച്ച് കൊടുത്തു. ആരെയും ഒഴിവാക്കുന്നില്ല. ഞാൻ അറിയിക്കട്ടെ, വിദ്യാർത്ഥികളായ എല്ലാ മനുഷ്യരോടും ഞാൻ പ്രാർത്ഥനയോടെ ജീവിതത്തിൽ പങ്കാളിയാണ്. മൺമയമാമിയുലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. സകല
നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ. നമ്മളുടെ വാഴ്ചപ്പെട്ട സന്ദേശങ്ങളാണ് യാത്രയായിരിക്കുന്നു. ഈ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന ജനങ്ങൾക്ക് തരുന്ന പോലെ നല്ല ചില കർത്താവേ ആദ്യ സമാധാനം ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഈ പാതയിൽ കൂടി കടന്നു വരേണ്ടുന്നവരാകുന്നു. ഞങ്ങൾക്ക് തരുന്ന ആയുസ്സൊക്കെയും അനുഗ്രഹമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് ഞങ്ങളെയും അവിടെ ഒരുക്കിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം പ്രത്യാശയമാകാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാനുള്ള പ്രത്യാശ മക്കളെ ഭരിച്ച് കർത്താവിൽ മക്കളെ അവർ മാറ്റി നടക്കുന്ന സംസ്കാര ശുശ്രൂഷയും അനുഗ്രഹമായി നമ്മളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും നിറയേറ്റുവാനായിട്ട് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധമായ സമത്വവും ആവാസവും എല്ലാവരും പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷകളും എല്ലാ പ്രതികളും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെ കൊണ്ടായിരിക്കും. പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം
പിതാവിന്റെ ഭവനത്തിൽ അനേക വാസം ഇല്ലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വിരിക്കേണ്ടതിന് പിന്നെ വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുള്ളൂ. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കുന്നതായിട്ടുള്ള നിത്യവാസസ്ഥലമുണ്ടായി. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ ലോകത്തെ സൃഷ്ടിച്ച നാൾ മുതൽ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവാത്മാവിനെ തിരികെടുക്കുന്ന നാൾ വരെ കൃപയുടെ കരങ്ങളിൽ നിന്റെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതമായ കുടുംബജീവിതം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളേറെ സ്നേഹിക്കുകയും ഞങ്ങളെ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരും കർത്താവേ ഞങ്ങളെ വേർപെടുത്തുന്നു. ഞങ്ങൾക്ക് ഏറെ വ്യസനം ഉളവാക്കുന്ന അനുഭവമാണെന്ന് അവിടുന്ന് അറിയുന്നത്. എന്നാൽ ഈ സാഹചര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള ദൈവിക ശക്തി അതാത് സന്ദർഭങ്ങളിൽ നീ തന്നുകൊണ്ടിരിക്കുന്ന കൃപയെ നന്ദിയോടെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളിൽ നിന്നും നിന്റെ മഹത്വ രാജ്യത്തേക്ക് നീ വിളിച്ചു ചേർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ശ്രേഷ്ഠമായ ധന്യമായ മഹത്തരമായ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. എന്നെ ദൈവമേൽപ്പിച്ചതായിട്ടുള്ള കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ, കർത്താവേ അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പരിരക്ഷണവും നൽകുവാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കൃപയിൽ വളർത്തിക്കൊണ്ട് അവരെ ഓരോരോ ജീവിതത്തിന്റെ ഉയർന്ന നിലകളിൽ എത്തിക്കുവാനൊക്കെ ഭാഗ്യം നീ നിന്റെ ദാസിക്ക് നീ നൽകിയതോർത്ത് സ്തോത്രം. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എന്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു. നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് എനിക്ക് ആ ദിവസത്തിൽ നൽകി. ആ പ്രത്യാശയോടുകൂടെ കർത്താവെ, അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള മഹത്വമായ പദവിയിലേക്ക്, ആ ശ്രേഷ്ഠമായ പദവിയിലേക്ക് നിന്റെ ദാസിയെ നീ വിളിച്ചല്ലോ. നിന്റെ മകളുടെ ഭവനത്തിന് മാത്രമല്ല കർത്താവേ, ദേശത്തിന് ഇടവയ്ക്കൊക്കെ ലഭിച്ച നന്മകളെ നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം. ധാനമായി കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹീതരായ ഓരോരോ തലങ്ങളിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവിക ശുശ്രൂഷകളിലൊക്കെ ഏറെ താല്പര്യമുള്ളവരായിരിക്കാൻ ദൈവം കൃപ കൊടുത്തല്ലോ. എന്റെ മകളുടെ വേർപാടുകൾ ദുഃഖത്തിലിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ദാസനെ ഞങ്ങൾ ഓർക്കും. നിന്റെ മകനും ബലഹീനതയിൽ കിടക്കയിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്നാൽ നിന്റെ മകനെ നീ ശക്തീകരിച്ചു കൊള്ളണമേ, ആശ്വസിപ്പിച്ചു കൊള്ളണമേ, ധൈര്യപ്പെടുത്തിക്കൊള്ളണമേ. വേർപാടിലിരിക്കുന്ന മക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നീ ആശ്വസിക്കും. ലോകത്തിന് എടുക്കാനോ കൊടുക്കാനോ കഴിയാത്ത ദിവ്യമായ സമാധാനങ്ങളവർക്ക് കർത്താവേ, തുടർന്നൂടെ നടക്കേണ്ട ശുശ്രൂഷകളെ വാഴ്ത്തണമേ. യേശുവേ, എല്ലാം അനുഗ്രഹകരമാക്കി തരയണമേ. ഞങ്ങളോട് അപേക്ഷിക്കും. ഞങ്ങളും ഇതുപോലെ നീ വിളിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടവരാണെന്നുള്ള ബോധത്തോടുകൂടെ ഞങ്ങൾ ഒരുക്കമുള്ള ഒരു ജനമായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളോട് അപേക്ഷിക്കും. ആദ്യം സംഭവിക്കുന്നത് ഞങ്ങളുടെ മരണമാണോ അതോ മനുഷ്യപുത്രന്റെ വരവാണോ എന്ന് ഞങ്ങൾ അറിയില്ല. എന്തിനും ഒരുങ്ങിയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യാശയുള്ളവരാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷയുടെ പ്രാർത്ഥന ദയയോടെ കേൾക്കണമേ. എനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതനുണ്ട്. കൂടാരമാകുന്നയൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു
ഭാഗ്യം ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകുന്നു ഞാൻ വാഴുമങ്ങ് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെമ്മയങ്ങ് ഒട്ടുനാൾ കണ്ണു നീർപ്പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമായി ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകുന്നു ഞാൻ വാഴുമങ്ങ് പോകാതിരിക്കണ്ടേ ശരീരായി പരീക്ഷോകരുണമേ നല്ലോ നിന്റെ മഹത്വമുദിക്കും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും തുല്യം നരുണാളികളോ ഹല്ലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പറക്കുന്നു ശുഭോല പോലെ പറോൽ റൂക്കാദീശോലോലം ശരണത്താലെ നിൻകൃപയിൽ മരണമടങ്ങുദാസീയൻ ദൈവാസനമനുണർത്തണമേ കബറിനുദ്യാനാർത്തിന സോമൻകാലസ്തുതിയേലായിസോ വിരകുന്നു രാജാ ഉയരങ്ങളിൽ ജീവൻ ഹൃദയമേവർക്കും നൽകുന്നു കബറിനുള്ളിൽ നിന്നവരവരോടെ എഴുന്നേറ്റു ഉയരേടുന്നു വാരക്കുന്നു എന്റെ ശരീരം ഭാഷിച്ചെന്റെ ദൈവം പാതാളത്തിൽ പോകാനായി വിടാഞ്ഞം എന്നും അവൻ ജീവിപ്പാൻ മരിച്ചത് ഞാൻ എന്നും കാത്താതന്നറിഞ്ഞുവാസം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ കർത്താവേ എന്റെ ആശ്രയത്തിൽ പ്രാപിച്ചവരെല്ലാം നമുക്ക് പരിശുദ്ധാത്മാക്കളെ ആശീർവദിക്കണമേ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ആത്മാവിനെ ദോഷിപ്പിക്കണമേ വന്നൊരുവാനും വാഴ്ത്തപ്പെട്ടവനായ ശരീരാത്മാവും ശരണമാറാണമേ ആമേ ഞങ്ങളോട് സ്നേഹിക്കുകയും നിത്യമായി വാത്സല്യിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവം ഈ ഭവനമായുള്ള കരങ്ങളിലേക്ക് കടന്നു വരുന്ന സാന്നിധ്യം കൂടെ ഇരിക്കണമേ പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാത്തിലായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ വേർപിരിഞ്ഞു പോയ പ്രിയദാസിയെ കർത്തവരങ്ങളിൽ തരുന്ന സാന്നിധ്യം കൂടെ ഇരിക്കണമേ ഞങ്ങളൊക്കെ ഈ ഭൂമിയുടെ പരത്തിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ നിർണ്ണയിക്കപ്പെടുമ്പോൾ സ്തുതിക്കും അവിടുത്തെ വിളിയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ മടങ്ങേണ്ടവരാണെന്ന് ബോധ്യം ഓരോ മരണവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതിനെ സ്തുതിക്കും ഈ പ്രിയദാസിയുടെ ധന്യമായ ജീവിതത്തിൽ അതിനെ സ്തോത്രം ചെയ്യും കഴിഞ്ഞ കാലമൊക്കെയും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും മതത്തിലുള്ള സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ കർത്താവെ ഒരുക്കപ്പെട്ട കൂടാരങ്ങൾക്കും ഒരുക്കപ്പെട്ട സാധ്യതകൾക്കുമായ ദാസി പുറപ്പെടുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വയാറിൽ പതിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അവിടുത്തെ കാവലും കൂട്ടുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നടക്കാൻ ശുശ്രൂഷകരങ്ങൾ സമർപ്പിക്കുന്നു കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കൊണ്ട് സഹായിക്കണമേ എത്തിച്ചേരേണ്ട കൃത്യസമയത്ത് കൊണ്ട് കൃപയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ കണ്ണീരിനെ നീക്കണമേ പ്രത്യാശയോട് ബലപ്പെടുത്തണമേ കർത്താവതാൻ ഗംഭീര നാദത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും മാനമേഖ കടന്നു വരുമ്പോൾ ഒരുക്കപ്പെട്ടവർ മധ്യ പ്രിയദാസിയും കാണാവുന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ കാത്തിക്കൊണ്ടെന്ന് സഹായിക്കണമേ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവീയ സമാധാനം ഉള്ളവരെ നടക്കണമേ അവരുടെ പരിശുദ്ധ കടന്നവർ ഉള്ളങ്ങളെ ബലപ്പെടുത്തുകയും പ്രത്യാശ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ വാങ്ങിപ്പോയ പ്രിയദാസിയും നിങ്ങളുടെ പ്രതീക്ഷയിൽ അവിടെ നിർത്തി സർവ്വ ആനന്ദത്തിനും യോഗ്യയാക്കണമേ പ്രാർത്ഥിക്കുന്നു ഞാൻ നിനക്ക് പ്രധാന പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായി തന്നെ ദൈവത്തിന്റെ സ്നേഹം ഏകജാത കൃപ പരിശുദ്ധയുടെ സമൃദ്ധാവാസം നമ്മൾ വാങ്ങിപ്പോയ പ്രകാശ ആത്മാവോട് നടക്കാൻ ശുശ്രൂഷിച്ചു കൂടുതലായിട്ട് തന്നെ ഉണ്ടായി.
പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ ഏവരുടെ ഈ മാതാവിൻ്റെ 3 മക്കളിൽ മൂത്ത മകൾ പ്രൊഫസർ സൂസൻ തോമസും JK പീറ്റേഴ്സ് കുടുംബവും കോഴഞ്ചേരിയിലാണ് താമസിക്കുന്നത് എന്നത് ഏവർക്കും അറിയാമല്ലോ. കോഴഞ്ചേരിയിൽ മാർത്തോമ ഇടവകയിലെ കുളമൂട്ടിൽ ഭാഗം പ്രാർത്ഥന അംഗങ്ങളാണ് ആ കുടുംബം. കോഴഞ്ചേരിയിൽ താമസം ആയ നാൾ മുതൽ ഇടവകയുമായിട്ടും പ്രാർത്ഥനാ യോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി സഹകരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. പ്രത്യേകിച്ച് JK ബീക്കോയ് സാറും സൂസനും ജ്യോതിയും രവിയും നല്ലതായിട്ട് പാട്ടുപാടും. അപ്പോൾ പാട്ടുപാടുന്ന ഒരു കുടുംബമാണ് അവരുടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ കൊയറിൻ്റെ ഒക്കെ ഒരു പ്രധാന നേതൃത്വം കൊടുക്കുന്നത് സാറും കുടുംബവുമാണ്. പ്രത്യേകിച്ചും ഇടവക കൊയറിൽ സാറും മോനും ഇപ്പോഴും അംഗങ്ങളാണ്. അവർ ഇടവകയിൽ കൊടുക്കുന്ന നേതൃത്വവും വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ തരത്തിൽ അവർ ആയിരിക്കുന്ന ഇടത്ത്, കൂടെ ജോലി ചെയ്യുന്ന ഇടത്ത്, താമസിക്കുന്ന ചുറ്റുപാടിൽ ശ്രേഷ്ഠകരമായ രീതിയിൽ അവർക്ക് വർദ്ധിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയത് ഈ മാതാവിൻ്റെ ശിക്ഷണവും ആ രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നതും ആണ് അതിന് കാരണം. അത് പ്രത്യേകമായിട്ട് ഈ തരുണത്തിൽ ഓർക്കുന്നു. വാർദ്ധക്യത്തിൽ ഈ മാതാവ് പലപ്പോഴും മകളോട് കൂടെ കോഴഞ്ചേരിയിൽ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. തൊട്ട് അടുത്ത് താമസിക്കുന്ന 3 അധ്യാപകർ ഒന്നിച്ചാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെക്കാൾ അല്പം കൂടെ അടുത്ത് ഈ മാതാവുമായിട്ട് ഇടപെടുന്നതിന് ഞങ്ങൾക്ക് കുടുംബമായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ മാതാവിൻ്റെ പ്രത്യേക ഗുണങ്ങൾ, മക്കളെ വളർത്തുന്ന രീതി, ചിട്ട, ഒരു അധ്യാപിക എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രീതി, ഇതൊക്കെ ഞങ്ങൾക്ക് അയൽപ്പക്കക്കാർക്ക് അനുഭവിച്ച് അറിയുന്നതിന് ഇടയായിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം തന്നെ വളരെ സന്തോഷമായിട്ട് ഓർക്കുകയാണ് ഈ അവസരത്തിൽ. ഇന്നിവിടെ കുളമൂട്ട് ഭാഗം പ്രാർത്ഥനാ യോഗത്തെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി ട്രഷറർ ശ്രീ PC ജോർജ് പറപ്പള്ളിൽ റീത്ത് സമർപ്പിക്കും. അതോടൊപ്പം ശ്രീ ജോർജ് മാത്യു മലയാറ്റൂര് പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട അമ്മച്ചി കോഴഞ്ചേരി സ്വദേശിയാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അഭിമാനം. ഒരു ജോലി സംബന്ധിച്ച് ഞങ്ങൾ കൊല്ലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ട്രെയിനിൽ കൂടെ രാവിലെ ഇവിടുന്ന് വരികയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നല്ല കാലങ്ങളെ ഓർക്കുന്നു, അച്ചായനെ ഓർക്കുന്നു. അച്ചായൻ്റെ വിഷമത്തിൻ്റെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ തിരുനാമത്തിന് കൂടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ധന്യമായൊരു ജീവിതം കാഴ്ചവെച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ഈ മകളെ മുഖാന്തരം ഈ ദേശത്തിനും ഇടവകയ്ക്കും സമൂഹത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യും. കർത്താവേ, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെയും എല്ലാം അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കും. ധാരാളമായ ജീവൻ കൊടുക്കണം. ഇനി നടക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി നടക്കുവാൻ സഹായിക്കണമേ. കർത്താവെ, വീണ്ടും അച്ഛൻ്റെ നാമത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിൽ അച്ചായന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇവർക്കുണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. ദൈവമായ കർത്താവിൻ്റെ കൃപ ധാരാളമായി ചൊരിഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചായിട്ട് പൊന്നേശ്വരൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ.
ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും യെരൂശലേമിൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ഭക്തരിൻ ഭാഗ്യതലമേ, പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം നിൻകലങ്ങിൽ. ദുഃഖം വിചാരം പ്രയത്നം നിൻകലങ്ങിൽ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ ദീപസ്തംഭങ്ങൾ
ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ മഹാനാമത്തിൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭവനത്തിൽ ഒന്നിപ്പാണ്ടൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്താലും നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുന്നു. ഒരു ദോഷവും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുന്ന ദൈവമല്ലല്ലോ നീ. തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാത്സല്യ അമ്മച്ചി ഈ ലോകം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കുവാൻ തക്ക വേണം നിനക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തനിക്ക് ഈ ഭൂമിയിൽ കൊടുത്ത ആയുസ്സിന്റെ ദിനങ്ങൾ മുഴുവനും കർത്താവിനെ സ്തുതിച്ചും സ്നേഹിച്ചും മഹത്വപ്പെടുത്തിയും ജീവിപ്പാൻ തനിക്ക് കൊടുത്ത ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകളായി ആ രോഗാതുരമായ അവസ്ഥയിൽ കഴിഞ്ഞെങ്കിലും എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൃപ ദിനംതോറും നല്ല ദാസയുടെ മേൽ പകർന്നത് കൊണ്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവേ, ലോകത്തിൽ നാമേൻ ഉള്ള സമയം അവസാനിച്ചപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ വിളിച്ചു ചേർത്തതിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം. സുഖവും ദുഃഖവും സമ്മിശ്രിതമായ ലോകത്തിൽ, താൽക്കാലികമായ ലോകത്തിൽ നിന്ന് ദാസിയെ നിത്യമായ അനുഭവത്തിലേക്ക് കർത്താവ് ചേർത്തത് കൊണ്ട് സ്തോത്രം. പ്രത്യാശയില്ലാത്ത ഈ നാട്ടിൽ നിന്നും പ്രത്യാശപരമായ നാട്ടിലേക്ക് വിളിച്ചു ചേർത്തതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശക്കാരെല്ലാവരെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ ആശ്വാസപ്രദനായ ദൈവമാണ്. മനുഷ്യൻ എന്തെങ്കിലും ആശ്വാസ വാക്കുകൾ പറയാം എന്നുള്ളത് കവിഞ്ഞ് മറ്റൊന്നും കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ സർവാശ്വാസങ്ങളുടെയും ദൈവമാകിയാൽ കർത്താവിനെ വാഴ്ത്തുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും കൺമണി പോലെ സൂക്ഷിച്ചു എല്ലാവരെയും കൂട്ടിവരുത്തതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേക്ക് നന്ദിയും സ്തോത്രം പറയും. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം. അവിടുത്തെ താമസിച്ചാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ കാണാനുള്ള പ്രത്യാശയോടുകൂടെ ആമേൻ ഈ മാതാവിനെ ഞങ്ങൾ യാത്ര അയക്കുകയാണ്. കർത്താവേ, സ്തോത്രം. ഈ മാതാവ് പോയ വഴിയെ ഞങ്ങളും പോകേണ്ടവരാണ്. മനുഷ്യനെ നീ നിയമിച്ചിരിക്കുന്ന വേർപാടിനായി, മരണത്തിനായി സ്തോത്രം. അത് ഏറ്റുവാങ്ങാൻ എപ്പോഴും തയ്യാറായിരിക്കാൻ കർത്താവ് കൃപ നൽകണമേ. യേശു കർത്താവേ, നിന്റെ വരപ്രകാരം നീ എത്രയും വേഗം വരാറായല്ലോ, അതിനായി സ്തോത്രം. നിന്റെ വരെ നോക്കി പാർക്കുവാൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കൃപ നൽകേണ്ടതിനായി സ്തോത്രം. സർവമഹത്വവും ബഹുമാനവും പുകഴ്ചയും ആദരവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തരണമേ പിതാവേ. ആമേൻ. ആമേൻ. ദുഃഖാന്തരായ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രിയപ്പെട്ട മാതാവ് കോഴഞ്ചേരി കോളേജിൻ്റെ അരുമ സന്താനമാണ്. രണ്ട് രീതിയിൽ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് ഈ പഠനത്തോടെ കടപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, ആദ്യത്തെ വർഷം മാത്തമാറ്റിക്സ് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഈ പ്രിയപ്പെട്ട മാതാവ്. അതുകൂടാതെ മൂത്ത മകൾ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ GKP കോശൻ, മറ്റ് സഹോദരിമാർ, ഇവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ നല്ല രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശിക്ഷണവും ഈ പ്രിയപ്പെട്ട മാതാവിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കോച്ച് സാറ് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് മാത്തമാറ്റിക്സിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരുന്ന കോച്ച് സാറ് ഈ ഏലിയാമ്മ ടീച്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ള വാക്ക്, പഠിക്കുന്നതിന് വളരെ സമർത്ഥയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ജോലിയിലും വളരെ സമർത്ഥയായിട്ടുള്ള ഒരു അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള 80കളിൽ കേൾക്കാനിടയായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിലേക്ക് ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ച ഒരു വ്യക്തിയാണ് ഈ മാതാവ്. ഇവിടുത്തെ പ്രിയ പിതാവിനെയും മാതാവിനെയും ഒന്നിച്ച് നല്ല ആരോഗ്യമുള്ള സമയത്ത് കാണുന്നതിനിടയായിട്ടുണ്ട്. വളരെ വാത്സല്യമുള്ള സ്നേഹസമ്പന്നമായ പെരുമാറ്റം കൊണ്ടും ഒക്കെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കുടുംബമാണ്.
കഴിഞ്ഞ ദിവസം ഈ മാതാവിൻ്റെ മരണത്തിന് ശേഷം ഇവിടെ വന്നപ്പോൾ അച്ചായൻ വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ഇടപെട്ട അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. അതൊക്കെ സാധിക്കുന്നത് ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളും ദർശനമുള്ള ആളുകൾക്ക് മാത്രമാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ പ്രിയപ്പെട്ടവളെ യാത്ര അയക്കുന്നതിന് പ്രിയ പിതാവിന് സാധിച്ചു. അതൊക്കെ തന്നെ വളരെയധികം ആഴത്തിലുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. 3 പെൺമക്കളും നല്ല നിലയിൽ എത്തിച്ചേരുന്നതിന് സാധിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ വളരെയധികം സമ്പന്നതയുള്ള ജീവിതമാണ്. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാലഘട്ടമാണ്. എന്നാൽ അവിടെ ആ ജീവിതം എത്രമാത്രം മറ്റുള്ളവരുടെ പ്രയോജനത്തിനും കുടുംബത്തിൻ്റെ പ്രയോജനത്തിനുമായി ചിലവഴിച്ചു എന്നുള്ളതാണ് ആ ജീവിതത്തെ വിലയിരുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ അനേകരെ മുൻപോട്ട് നയിച്ച ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ, ഞങ്ങളുടെ സൂസൻ തോമസ് ടീച്ചറിൻ്റെ, മാതാവിൻ്റെ JKP ബോയ്സ് സാറിൻ്റെ ഒക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും കോളേജിൽ സെൻറ് തോമസ് കോളേജ് വളരെയധികം ധന്യമാണ്. ഈ മാതാവിൻ്റെ അവിടുത്തെ പഠനവും അതിനുശേഷമുള്ള മകളെ പ്രത്യേകിച്ച് ആ കോളേജ് സംഭാവന ചെയ്തു. നല്ലൊരു ഗണിതശാസ്ത്ര അധ്യാപിക, കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും കാതലായ ഒരു വ്യക്തിയാണ് സൂസൻ തോമസ് ടീച്ചർ. മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അറിയില്ല, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അട്ടലെന്ന് പറയുന്ന സൂസൻ ടീച്ചറാണ്. അങ്ങനെയൊക്കെയുള്ള സംഭാവന നൽകിയ ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. മാതാവിൻ്റെ ദേവീയോഗത്തിൽ കോളേജ് സെൻറ് തോമസ് കോളേജിൻ്റെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കോളേജ് മാനേജ്മെൻറ്റിന് വേണ്ടിയും ഉള്ള അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു.
കുറിച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഒരുക്കത്തോടുകൂടി ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. കർത്തൃകാഹളം യുഗാന്ത്യകാലജനോലിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാതലെ രക്ഷാപ്പെട്ടോരൊക്കെ കൂടിയാകാശേ വിളിക്കും നേരം കാണുമെൻ പേരും